കേരളത്തിന്റെ ഹൃദയഭാഗത്ത് പച്ചപ്പും തണുപ്പും നിറഞ്ഞ മലനിരകളിലൂടെ പരന്നുകിടക്കുന്ന ഒരു മായാലോകമാണ് ഇടുക്കി. ഇവിടത്തെ ജീവിതം തന്നെ ഒരു സാഹസിക യാത്രയാണ്. പ്രകൃതിയോടും കഠിനതയോടും പൊരുതി നിലനിൽക്കുന്ന ജനതയാണ് ഹൈറേഞ്ചുകാർ. മലകളും താഴ്വരകളും ചേർന്ന ഈ പ്രദേശം യാത്രാസ്നേഹികൾക്ക് അത്ഭുതം നിറഞ്ഞ അനുഭവങ്ങൾ സമ്മാനിക്കും. മലമേലെ തിരിവച്ച് പെരിയാറിൻ കരത്തൊട്ട് എന്ന് തുടങ്ങുന്ന മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലെ ഗാനരംഗം ഓർത്താൽ ഇടുക്കിയുടെ സുന്ദര്യം മനസ്സിൽ തെളിയും. എന്നാൽ ആ ദൃശ്യങ്ങൾ സിനിമയിൽ മാത്രം കണ്ടാൽ മതിയല്ല, അവയെ നേരിട്ട് അനുഭവിക്കണം. തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പിൽ പൊതിഞ്ഞ മൂന്നാറിൽ നിന്ന് മൂടൽമഞ്ഞിൽ മറഞ്ഞ വാഗമണിലേക്കും വന്യജീവികൾ നിറഞ്ഞ തേക്കടിയിലേക്കും കാറ്റിന്റെ നൃത്തം നടത്തുന്ന രാമക്കൽമേട്ടിലേക്കും നീളുന്ന ഈ യാത്ര മനസ്സിനെ മാക്കും. മൂന്നാർ, പച്ചപ്പിന്റെ നാട്. ഇടുക്കിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് മൂന്നാറാണ്. പച്ചപ്പിനും തണുപ്പിനും പേരുകേട്ട ഈ മലനാട് സ്ഥലം 3 നദികളുടെ സംഗമസ്ഥലമായ മൂതരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവയുടെ സംയുക്തമായി പിറന്നതാണ്. ലോകപ്രശസ്തമായ തേയിലത്തോട്ടങ്ങൾ, നീലക്കുറിഞ്ഞി പൂക്കുന്ന കുന്നുകൾ, ട്രക്കിംഗ് വഴികൾ, പക്ഷി സങ്കേതങ്ങൾ ഇതെല്ലാം ചേർന്നതാണ് മൂന്നാർ. ആലുവയിൽ നിന്ന് 108 കിലോമീറ്റർ അകലെയുള്ള മൂന്നാർ സീസണിൽ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് രൂപപ്പെട്ട തേയിലത്തോട്ടങ്ങളും ടീ മ്യൂസിയവും ചരിത്രത്തിന്റെ ഭാഗമാണ്. പള്ളിവാസൽ, ദേവികുളം, മാങ്കുളം, കുട്ടമ്പുഴ പഞ്ചായത്തുകൾക്കിടയിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. മൂന്നാറിലെ ഓരോ വളവിലും ഓരോ തേയിലത്തോട്ടത്തിലും ഒരു പുതിയ കാഴ്ച നിങ്ങളെ കാത്തിരിക്കുന്നു. വാഗമൺ, മൂടൽമഞ്ഞിന്റെ താലോലം. കോട്ടയം ഇടുക്കി അതിർത്തിയിലുള്ള വാഗമൺ മലനിരകൾ സഞ്ചാരികൾക്ക് ശാന്തിയും സൗന്ദര്യവും സമ്മാനിക്കുന്നു. പൈൻ വാലി മരങ്ങൾ, തടാകങ്ങൾ, പുൽമേടുകൾ, ഗ്ലാസ് ബ്രിഡ്ജ്, ട്രക്കിംഗ്, പാരാഗ്ലൈഡിംഗ് തുടങ്ങിയ സാഹസിക വിനോദങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാണ്. മൂടൽമഞ്ഞിൽ പൊതിഞ്ഞ കുന്നുകൾക്കിടയിലൂടെ വാഹനയാത്ര നടത്തുന്നത് തന്നെ ഒരനുഭവം. കുടുംബത്തോടെയോ സുഹൃത്തുക്കളോടെയോ ഒത്തുപോകാൻ പറ്റിയ മികച്ച ഹിൽ സ്റ്റേഷനാണ് വാഗമൺ. രാമക്കൽമേട്. മൂന്നാറിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെയുള്ള രാമക്കൽമേട് ഏഷ്യയിലെ ഏറ്റവും കാറ്റുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ്. മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ കാറ്റ് വീശുന്ന ഈ പ്രദേശത്ത് കുറവൻ കുറത്തി ശില്പം മുഖ്യ ആകർഷണമാണ്. ഇവിടുന്ന് തമിഴ്നാട് അതിർത്തിയിലെ ഗ്രാമങ്ങൾ കാണാനാകും. സൂര്യാസ്തമയത്തിന്റെ കാഴ്ച ഇവിടെ ഒരിക്കൽ കണ്ടാൽ മറക്കാനാകില്ല. തേക്കടി. ഇടുക്കിയിലെ വന്യസൗന്ദര്യത്തിന്റെ നിഗൂഢ ഭംഗിയാണ് തേക്കടി. പെരിയാർ തടാകത്തിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ആനകൾ, കടുവകൾ, കാട്ടുപോത്തുകൾ, പുള്ളിപ്പുലികൾ എന്നിവയുടെ ആവാസ കേന്ദ്രമാണ്. ബോട്ട് സഫാരിയിലൂടെ തടാകത്തിനരികിലെ വന്യജീവികളെ അടുത്തറിയാം. സെപ്റ്റംബർ മുതൽ മെയ് വരെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. പാഞ്ചാലിമേട്. ഐതിഹ്യമുറങ്ങുന്ന മലനാട്. പാണ്ഡവർ താമസിച്ചിരുന്നുവെന്ന വിശ്വാസമുള്ള പാഞ്ചാലിമേട് പ്രകൃതിയും ചരിത്രവും ചേർന്നിടമാണ്. ഭീമൻ കുഴിച്ചെന്നു പറയുന്ന പാഞ്ചാലിക്കുളം, ഭുവനേശ്വരി ക്ഷേത്രം, കുരിശുമല തുടങ്ങിയവ സഞ്ചാരികൾക്ക് പ്രത്യേക അനുഭവമാണ്. നടപ്പാതകളും വിശ്രമമുറികളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇടുക്കിയുടെ വെള്ളച്ചാട്ടങ്ങൾ. വെള്ളത്തിന്റെ ഗീതം പാടുന്ന മലനാടായ ഇടുക്കിയിൽ ഓരോ വെള്ളച്ചാട്ടത്തിനും സ്വന്തം കഥയുണ്ട്. ലക്കം വെള്ളച്ചാട്ടം, മൂന്നാറിനടുത്തുള്ള പാറക്കെട്ടുകളിലൂടെ ഒഴുകുന്ന മനോഹര വെള്ളച്ചാട്ടം. ചീയപ്പാറ. 7 തട്ടുകളായി പതിക്കുന്ന വെള്ളം മഴക്കാലത്ത് അത്ഭുതം നിറക്കും. വളഞ്ഞങ്ങാനം. ചാർലി സിനിമയിൽ ദുൽഖർ രംഗം ചിത്രീകരിച്ച വെള്ളച്ചാട്ടം. തൊമ്മൻകുത്ത്. 7 വെള്ളച്ചാട്ടങ്ങൾ ചേർന്ന പ്രകൃതിധാന്യം. ട്രക്കിംഗ് പാക്കേജ് ഇതിന്റെ ഹൈലൈറ്റ്. വന്യജീവി സങ്കേതങ്ങൾ. ഇടുക്കി വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ അഭയകേന്ദ്രമാണ്. പെരിയാർ സങ്കേതം, ആനക്കൂട്ടങ്ങൾ, കടുവകൾ, കാട്ടുപന്നികൾ എന്നിവ കാണാം. ഇരവികുളം ദേശീയോദ്യാനം, നീലഗിരി താർ, നീലക്കുറിഞ്ഞി, ആനമുടി കൊടുമുടി ഇവിടുത്തെ സവിശേഷത. ചിന്നാർ സങ്കേതം, പക്ഷി നിരീക്ഷണത്തിനും ട്രക്കിംഗിനും മികച്ച സ്ഥലം. പാമ്പാടും ചോല, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ക്യാമ്പിംഗ്, ഇക്കോ ടൂറിസം അനുഭവം ലഭിക്കും. അണക്കെട്ടുകളുടെ അത്ഭുതങ്ങൾ. ഇടുക്കിയിലെ അണക്കെട്ടുകൾ വെറും ജലാശയങ്ങൾ മാത്രമല്ല, കാഴ്ചയുടെ വിസ്മയം കൂടിയാണ്. ഇടുക്കി ആർച്ച് ഡാം, ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം. കുറവൻ മലയും കുറത്തി മലയും ബന്ധിപ്പിക്കുന്നു. ചെറുതോണി, സൂര്യാസ്തമയ കാഴ്ചകൾക്ക് പ്രശസ്തം. ആനയിറങ്കൽ, വനവും തേയിലത്തോട്ടങ്ങളും ചുറ്റിയ മനോഹര ഡാം. മാട്ടുപ്പെട്ടി, ബോട്ടിംഗ് സൗകര്യമുള്ള മൂന്നാറിനടുത്തുള്ള മനോഹര തടാകം. കുണ്ടള ഡാം, പ്രകൃതിദൃശ്യങ്ങൾ നിറഞ്ഞ മറ്റൊരു മനോഹര അണക്കെട്ട്. ആരാധനാലയങ്ങൾ. വാഗമൺ കുരിശുമല, ജാതി മഭേദമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. തങ്ങൾ പാറ, സൂഫി സന്യാസിയുടെ വിശ്രമസ്ഥലം എന്ന വിശ്വാസമുള്ള മുസ്ലിം തീർത്ഥാടന കേന്ദ്രം. മുരുകൻ മല, വാഗമണിനടുത്തുള്ള ശിവശക്തിയുള്ള മലനാട് ക്ഷേത്രം. മറ്റുള്ള കാഴ്ചകൾ. ടോപ്പ് സ്റ്റേഷൻ, മൂന്നാറിന്റെ അതിർത്തിയിൽ നിന്നുള്ള വിസ്തൃത കാഴ്ചകൾ. വട്ടവട, പച്ചക്കറി തോട്ടങ്ങളും മഞ്ഞ് മൂടിയ താഴ്വരകളും കൊണ്ട് പ്രശസ്തം. ഇടുക്കി, പ്രകൃതിയെയും ശാന്തതയെയും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് നൽകാനുള്ള സുന്ദരിയാണിത്.
മലമുകൾക്കിടയിലൂടെ ഒഴുകുന്ന നീർച്ചാലുകളും പച്ച തേയിലത്തോട്ടങ്ങളും വന്യജീവികളുടെ ഗർജനങ്ങളും ഒന്നിച്ചു ചേർന്നാണ് ഈ മായാലോകം. ഒരിക്കൽ വന്നാൽ വീണ്ടും വരാൻ തോന്നും, അതാണ് ഇടുക്കിയുടെ മായാജാലം.